ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൈറോയിഡിനെയും പ്രഗ്നൻസിയെയും കുറിച്ചാണ്. തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. തൈറോയിഡ് ഹോർമോൺ എന്നത് നമ്മുടെ ബോഡിയുടെ എല്ലാ ഓർഗൻസിലും, ലിവറിലാകട്ടെ, പാൻക്രിയാസിലാകട്ടെ, യൂട്രസിലാകട്ടെ, സ്കിന്നിലാകട്ടെ, ഹെയറിലാകട്ടെ, മെറ്റബോളിസത്തിനാകട്ടെ, അങ്ങനെ എല്ലാത്തിനും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. തൈറോയിഡിന്റെ അളവ് കുറയുന്നത് കൊണ്ടോ കൂടുന്നത് കൊണ്ടോ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതിനെ ഹൈപ്പോ തൈറോയിഡ് എന്നും ഹൈപ്പർ തൈറോയിഡും എന്നാണ് പറയുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ആണ് ഏറ്റവും കോമൺലി കാണുന്ന പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിന് ആവശ്യമുള്ള ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അതുകൊണ്ട് ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കുറയുന്നു. മെറ്റബോളിസം കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നു. ഹൈപ്പോ തൈറോയിഡിസം യൂട്രസിനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹൈപ്പോ തൈറോയിഡിസത്തിൽ യൂട്രസിന്റെ ആക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതായത് നോർമലി 28 അല്ലെങ്കിൽ 30 ദിവസത്തെ മെൻസ്ട്രൽ സൈക്കിൾ വന്നുകൊണ്ടിരുന്ന ഒരാൾക്ക് ഫ്രീക്വൻസി കൂടുന്നു. ഒരു 10 മുതൽ 15 ദിവസം ആകുമ്പോൾ തന്നെ അടുത്ത പീരിയഡ്സ് വരുന്നു. കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നു. അപ്പോൾ ഒരുപാട് പാഡുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ പീരിയഡ്സിൽ വ്യത്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് തൈറോയ്ഡ് ഫംഗ്ഷൻ അസസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹൈപ്പോ തൈറോയിഡിസം കാരണത്താലാകാം ചിലപ്പോൾ ഇപ്പോൾ ബ്ലീഡിംഗ് കൂടുതലായിട്ട് വന്നത്. ബാക്കി കണ്ടീഷൻസും റൂൾ ഔട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.